بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد റിയാദ് സ്വാലിഹീനിലെ രണ്ടാമത്തെ പാഠം ബാബു തൗബ. ഖാലൽ ഉലമാക്കൾ പറഞ്ഞു, അത്തൗബത്തു വാജിബത്തും മിൻ കുല്ലി ദംബിൻ, ഓരോ ദോഷങ്ങളിൽ നിന്നും തൗബ നിർബന്ധമാണ്. ഓരോ വൻദോഷങ്ങളും വലിയ ദോഷങ്ങൾ പൊറുക്കണമെങ്കിൽ തൗബ നിർബന്ധമാണ്. അപ്പോൾ നോക്കണം, ഫഇൻ കാനത്തിൽ മഅസിയത്തു ബൈനൽ അബ്ദി വബൈന അല്ലാഹി തആല, ഒരു അടിമ ഇലാഹിനോട് ചെയ്ത ദോഷമാണ് അവൻ തൗബ ചെയ്യാൻ പോകുന്നതെങ്കിൽ, ലാ തതഅല്ലഖു ബിഹഖി ആദമിയ്യിൻ, മനുഷ്യനുമായിട്ട് ആ ദോഷത്തിന് ഒരുവിധ പങ്കുമില്ല. അവനും അവൻ്റെ സൃഷ്ടാവായ ഇലാഹിലും ഒതുങ്ങുന്ന ദോഷമാണ് അവൻ ചെയ്തതെങ്കിൽ, ഫലഹാ സലാസത്തു ശുറൂത്ത്, ആ തൗബയ്ക്ക് 3 നിബന്ധനകളുണ്ട്. ആ 3 നിബന്ധനകളും പാലിച്ചാലാണ് അവൻ്റെ തൗബയാകുക. അഹദുഹ, അതിൽ നിന്ന് ഒന്ന്, അൻ യുഖ്ലിഅ അനിൽ മഅസിയത്തി, ദോഷത്തെ തൊട്ട് അവൻ വിട്ടുനിൽക്കലാണ്. അൻ യുഖ്ലിഅ അനിൽ മഅസിയത്തി, ദോഷത്തെ തൊട്ട് അവൻ വിട്ടുനിൽക്കലാണ്. വസാനി, രണ്ടാമത്തെ ഷർത്ത്, അൻ യന്ദമ, അവൻ ഖേദിക്കലാണ്, അലാ ഫിഇലിഹ, ആ പ്രവർത്തനം സംഭവിച്ചതിൻ്റെ പേരിൽ ആത്മാർത്ഥമായിട്ടുള്ള ഖേദം അവനിലുണ്ടാവണം. ഖേദം പ്രകടിപ്പിക്കുകയല്ല, ബാഹ്യമായ ചിത്രണങ്ങളല്ല, വാചികമായ അലങ്കാരങ്ങളല്ല, അത് ഹൃദയത്തിൽ നിന്ന് ഖേദമായി രൂപപ്പെട്ടു വരണം. അതാണ് ആകെ മൊത്തം ടോട്ടൽ തൗബ എന്ന് പറഞ്ഞാൽ അന്നദം, അതു ഖേദമാണ്. വസാലിസു, മൂന്നാമത്തെ നിബന്ധന, അയഅസിമ, അവൻ ദൃഢപ്രതിജ്ഞയെടുക്കലാണ്, അല്ലാ യഊദ, അവൻ മടങ്ങുകയില്ല, ഇലൈഹ, ആ ദോഷത്തിലേക്ക്, അബദാ, എക്കാലവും, ഒരു കാലത്തും ആ ദോഷം അവൻ്റെ ജീവിതത്തിൽ അവൻ ഇനി കൊണ്ടുവരില്ല എന്നുള്ള ദൃഢനിശ്ചയമാണ്. അത് സംഭവിച്ചതിൻ്റെ മേലിലുള്ള ആത്മാർത്ഥമായ ഖേദമാണ്. ഏതെല്ലാം സാഹചര്യങ്ങളാണോ ആ തെറ്റിലേക്ക് അവനെ പ്രേരിപ്പിച്ചത്, ആ തെറ്റവനിൽ ഇപ്പോൾ ഉണ്ടോ, ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കലുമാണ് തൗബയുടെ നിബന്ധനകൾ. അഫഇൻ ഫുഖിദ അഹദു സലാസത്തി, ഈ 3 നിബന്ധനകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഇല്ലാതെയായി കഴിഞ്ഞാൽ, ലം തസ്വിഹ തൗബതുഹു, അവൻ്റെ തൗബ സ്വഹീഹാവുകയില്ല. അപ്പോൾ തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ല, ഖേദമുണ്ട്, അതിലേക്ക് മടങ്ങുകയില്ല എന്നുണ്ട്, അവൻ്റെ തൗബ സ്വഹീഹാവുന്നില്ല. അല്ലെങ്കിൽ തെറ്റിൽ നിന്ന് വിട്ടുനിന്നു, ഇനി ഒരിക്കലും ചെയ്യില്ല എന്നവന് പറഞ്ഞു, കിട്ടിയ സമയത്ത് ചെയ്തു എന്നൊരാത്മനിർവൃതിയാണുള്ളത്. ഖേദം അവനിലില്ലെങ്കിലോ ആ തൗബയാവില്ല. അല്ലെങ്കിൽ തെറ്റിൽ നിന്നൊക്കെ വിട്ടുനിന്നു, ഖേദമുണ്ട്, പക്ഷെ ഇനി ഒരിക്കലും ചെയ്യില്ല എന്നവൻ തീരുമാനിച്ചിട്ടുമില്ല, എങ്കിലും അവൻ്റെ തൗബയാവുകയില്ല. അടുത്തത്, വഇൻ കാനത്തിൽ മഅസിയത്തു തതഅല്ലഖു ബിആദമിൻ, മനുഷ്യനോട് കണക്റ്റാകുന്നതാണെങ്കിൽ, ഫശുറൂതുഹ അർബഅത്തുൻ, അപ്പോൾ അതിൻ്റെ നിബന്ധനകൾ 4 ഹദിഹി സലാസ, ഈ 3. അപ്പോൾ വിട്ടുനിൽക്കലും, ഖേദിക്കലും, മടങ്ങുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യലും. പിന്നെ അൻ യബ്റഅ മിൻ ഹഖ് സാഹിബിഹ, ഏതൊരു മനുഷ്യനുമായി ബന്ധപ്പെട്ട നിലക്കാണോ അവൻ തെറ്റ് ചെയ്തതെങ്കിൽ അവൻ്റെ ബാധ്യതയിൽ നിന്ന് പൂർണ്ണമായും അവൻ വിരമിക്കലാണ്. ഫഇൻ കാനത് മാലൻ, അത് സാമ്പത്തികമായ തെറ്റാണെങ്കിലോ, ഔ നഹ്വഹു, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ, റദ്ദഹു ഇലൈഹി, അവനിലേക്ക് കൊടുക്കണം. കടം മേടിച്ച് തിരിച്ചു കൊടുക്കാത്തതാണെങ്കിൽ, പണയം വെച്ചത് പൂർത്തിയാക്കാത്തതാണെങ്കിൽ, സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് തിരിച്ചു കൊടുക്കാത്തതാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ ഒരു മുതൽ അവനറിയാതെ നശിപ്പിച്ചതാണെങ്കിൽ, അവൻ അറിഞ്ഞുകൊണ്ട് നശിപ്പിച്ചതാണെങ്കിൽ, അവനിൽ നിന്ന് റോബറി ചെയ്ത് കൊണ്ടുവന്നതാണെങ്കിൽ, വാട്ട് എവർ ഇറ്റ് മേ ബി, സാമ്പത്തികമാണോ അത് അവനിലേക്ക് റിട്ടേൺ കൊടുക്കണം. വഇൻ കാനത് ഹദ്ദ ഖദഫിൻ വനഹ്വഹു, അതല്ലെങ്കിൽ അവനെ ആക്ഷേപം പറഞ്ഞത്, പെഞ്ചല് പറഞ്ഞത്, ഗോസിപ്പ് പറഞ്ഞത് പോലത്തതാണെങ്കിൽ, മക്കനഹു മിൻഹു, ആ ഹദ് നടപ്പിലാക്കാൻ, വിചാരോപണം നടത്തിയതാണെങ്കിൽ, അവനെക്കുറിച്ച് മറ്റെന്തെങ്കിലും പറഞ്ഞതാണെങ്കിൽ, അപ്പോൾ അവനിൽ നിന്ന് ഇസ്ലാമികമായ ശിക്ഷാവിധി ഇവൻ അർഹിക്കുന്നുണ്ടെങ്കിൽ ആ
അർഹിക്കുന്ന ശിക്ഷാവിധി നേടിക്കൊടുക്കാനുള്ള സൗകര്യം അവൻ ചെയ്തു കൊടുക്കണം. എന്നാണ് മക്കനഹു മിൻഹു, ആ ഹദ് നടപ്പാക്കാനുള്ള സൗകര്യം ഇവൻ ചെയ്തു കൊടുക്കണം. ഔ തൊലബ അഫ്വഹു, അല്ലെങ്കിൽ അവനോട് അഫ്വ് തേടുക. ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് എന്നോട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നീ പുറത്തു തരണമെന്ന് അവനോട് അഫ്വ് തേടുക. അപ്പം അത് ഞാൻ പുറത്തു തന്നു എന്ന് പറയുമ്പോഴാണ് തൗബ പൂർണ്ണമാവുക. വൈകാനത്ത് ഗീബത്തൻ, സാമ്പത്തികമായതോ ഒന്നുമല്ല, അവനെ പരദൂഷണം പറഞ്ഞതാണെങ്കിൽ ഇസ്തഹല്ലഹു മിൻഹാ, അതിൽ നിന്ന് അവനോട് പൊറുക്കലിനെ, പൊരുത്തപ്പെടലിനെ തേടുകയും വേണം. എന്നിട്ട് വാജിബു അൻ യതൂബ മിൻ ജമീഇ ദുനൂബ്, എല്ലാ ദോഷത്തിൽ നിന്നും തൗബ ചെയ്യണം. ഫൈൻ താബ മിൻ ബഅലിഹാ, അവൻ്റെ ദോഷങ്ങളിൽ ചിലതിൽ നിന്ന് അവൻ തൗബ ചെയ്താൽ സ്വഹ്ഹത്ത് തൗബത്തുഹു, അവൻ്റെ തൗബ സ്വഹിയാകും. മിൻ ദഹലിൽ ഹഖി, ഹക്കിൻ്റെ അഹ്ലുകാർ പറഞ്ഞിട്ടുണ്ട്, മിൻ ദാലിക ദംബി, ഏതൊരു തെറ്റിൽ നിന്നാണ് തൗബ ചെയ്തത് ആ തെറ്റിൽ നിന്നുള്ള തൗബ സ്വഹിയാകും. വബഖിയ അലൈഹിൽ ബാഖി, ബാക്കിയുള്ളത് അവിടെ അവശേഷിക്കും. അപ്പോൾ ഏതൊന്നിൽ നിന്നാണ് മനുഷ്യന് ആത്മാർത്ഥമായ അള്ളാഹുവിലേക്ക് കരമുയർത്തിക്കൊണ്ട് തൗബ ചെയ്യാൻ സാധിക്കുക, അതവൻ ചെയ്തു കൊള്ളട്ടെ. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വതൂബു ഇലല്ലാഹി ജമീഅൻ, എല്ലാവരും അള്ളാഹുലേക്ക് തൗബ ചെയ്യൂ. അയ്യുഹൽ മുഅ്മിനൂൻ, അല്ലയോ സത്യവിശ്വാസികളെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവരാകാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ ലഅല്ല എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത് തറജ്ജിക്ക് വേണ്ടിയിട്ടാണ്. തറജ്ജി എന്ന് പറഞ്ഞാൽ ആയേക്കാം, പെർഹാപ്സ് എന്ന അർത്ഥത്തിന്. നിങ്ങൾ വിജയിക്കുന്നവരായേക്കാം, നിങ്ങൾ തൗബ ചെയ്യൂ എന്ന്. എന്നാൽ അള്ളാഹുവിൻ്റെ ഭാഷയിൽ, അള്ളാഹുവിൻ്റെ കലാമിൽ ലഅല്ല വന്നു കഴിഞ്ഞാൽ അത് തഹ്ഖീക്കിന് വേണ്ടിയിട്ടാണ്, അത് മസ്റ്റാണ്, അത് ഷുഡാണ്, മേയും പെർഹാപ്സുമല്ല. അപ്പം നിങ്ങൾ തൗബ ചെയ്തോളി, റിയൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഫഖുൽ തസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യൂ, അവൻ ഏറ്റവും പുറത്തു നൽകുന്നവനാണ്. ഖുർആൻ്റെ ആയത്തുകളാണത്. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ തുബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നസൂഹായ തൗബ അള്ളാഹുവിലേക്ക് ചെയ്യണേ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ തൗബത്തു നസൂഹ എന്ന് പറഞ്ഞാൽ അൻ യതൂബ മിൻ ദംബി സുമ്മ ലാ യഊദു ഇലൈഹി കമാ ലാ യഊദു ലബനു ഫിൽ ദർഅ, അകിടിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച പാല് ഒരിക്കലും വിധം പ്രകൃതി എത്രയാണോ അതിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്, അതുപോലെ തെറ്റിൽ നിന്ന് ചെയ്ത തൗബ ഇനി ആ തൗബ മടക്കി അതിലേക്ക് പോകാത്ത വിധം നസൂഹായ രീതിയിൽ തൗബ ചെയ്യാനാണ് അല്ലാഹു. ഹദീസ് നമ്പർ 13. عن أبي هريرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول والله إني لأستغفر الله وأتوب إليه, അള്ളാഹു ആണ് സത്യം, ഞാൻ അള്ളാഹുവിനേക്ക് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിലേക്ക് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നു. വഅതൂബു ഇലൈഹി, ഞാൻ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നു, തൗബ ചെയ്യുന്നു. ഫിൽ യൗമി, ഒരു ദിനത്തിൽ, അക്സറ മിൻ 70 മറ, 70-നേക്കാൾ തവണ. അപ്പം 70-ലപ്പുറം അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ഞാൻ ചെയ്യുന്നു, തൗബ ഞാൻ ചെയ്യുന്നു. താഴെ വരുന്ന മറ്റൊരു ഹദീസിൽ കാണാം അത് 100 അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 ഇസ്തിഗ്ഫാറും 100 തൗബയും 100ഓളം തൗബയും അവിടുന്ന് ചെയ്യുന്നുണ്ട്. അത് തെറ്റ് ചെയ്തത് കൊണ്ടല്ല, പ്രവാചകന്മാർക്ക് ഇസ്മത്തുണ്ട്, അവർക്ക് അല്ലാഹു തആല പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ, മറന്നോ മനഃപൂർവ്വമോ, നുബുവത്തിന് മുമ്പോ ശേഷമോ, ഉണർച്ചയിലോ ഉണർവിലോ, ചെറുതോ വലുതോ ആയ ഒരു ദോഷവും അവർ ചെയ്യുകയില്ല എന്നുള്ളത് അത് നമ്മുടെ അടിസ്ഥാനപരമായ നിധാനശാസ്ത്രമാണ്. അതിൽ നിന്നൊരു പ്രവാചകനും വ്യതിചലിച്ചിട്ടില്ല, വിശിഷ്യ ഹബീബായ തങ്ങളും അതിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുന്നത്? ഇസ്തിഗ്ഫാറും തൗബയും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമാണ്.
ദോഷികൾക്ക് വരെ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാറും തൗബ കൊണ്ട് അടുക്കാൻ പറ്റുമെങ്കിൽ അള്ളാഹുവിലേക്ക് അടുത്ത മഹാന്മാർക്ക് ഇസ്തിഗ്ഫാറും തൗബ കൊണ്ട് അടുത്തുകൂടെ? അത് ശ്രേഷ്ഠമായ ദിക്റാണ്. ഇസ്തിഗ്ഫാറിന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അള്ളാഹു തആല പറഞ്ഞത് അയ്യുഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളെ നിങ്ങൾ തൗബ ചെയ്യുന്നുള്ളതാ. അപ്പം മുഅ്മിനീങ്ങളായ ആളുകളോട് അള്ളാഹു തആല ആവശ്യപ്പെട്ട തൗബയാണ്. അതിൽ നിന്നൊന്ന് മനസ്സിലാക്കാം, തെറ്റു ചെയ്യുക എന്നുള്ളത് ഈമാനെ ബാധിക്കുന്നതല്ല. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഈമാനെ ബാധിക്കുമെന്ന് പറയുന്ന ആളുകൾക്കുള്ള മറുപടിയുമാണ് അള്ളാഹു തആല സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് തൗബ ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. അപ്പം അത് പിന്നെ ദോഷികളായ മുഅ്മിനീങ്ങളെ തൗബയുടെ മേൽ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ ഇബാദത്തിൽ ഏറ്റവും കൂടുതൽ ഗൗരവം കാണിക്കുന്ന ആളുകളാണ്. ആ ഇബാദത്തിലുള്ള ഗൗരവം ഇസ്തിഗ്ഫാറിലും തൗബയിലും അവർ കാണിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മഹത്വവും അവിടുത്തെ അള്ളാഹുവിൻ്റെ അസ്തിത്വവും എല്ലാം മനസ്സിലാക്കുന്ന സമയത്ത് മഅരിഫത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ വിരാജിക്കുന്ന പ്രവാചക പുങ്കവന്മാർക്ക് അള്ളാഹുവിനോട് ഞങ്ങൾ ദോഷം ചെയ്യുന്നു എന്ന്, അള്ളാഹുവിനെ തൊട്ട് അകന്നു പോകുന്നു എന്ന് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് കുടുംബ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ അവർ പങ്കാളികളായിക്കൊണ്ട് അവർ ജീവിക്കുന്ന സമയത്ത് അവരുടെ അകതാരിൽ നിന്ന് ഒരു ഭയം ഉയർന്നു വരികയാണ്. ഞങ്ങൾ അള്ളാഹുവിനെ തൊട്ട് അകന്നു പോകുന്നുണ്ടോ? ഞങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടോ? അത് നാം ചെയ്യുന്ന തെറ്റിൻ്റെ തോതനുസരിച്ചുള്ള തെറ്റല്ല. വ്യഭിചാരമോ കള്ളുകുടിയോ പലിശയോ കളവോ ഈബത്തോ കൊലയോ ആക്രമിക്കലോ തുടങ്ങി അള്ളാഹു തആല വിലക്കിയിട്ടുള്ള ഹറാമായ അല്ലെങ്കിൽ കറാഹത്തായ ഏതെങ്കിലും ഒന്നോ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് കൊണ്ടല്ല അവർ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുന്നത്. മറിച്ച് അള്ളാഹുവിനെ തൊട്ട് അകന്നു പോകുന്നുണ്ടോ എന്നുള്ള ആ വിനയത്തിൻ്റെ ഭയം കൊണ്ടാണ് അവർ അപ്രകാരം ചെയ്യുന്നത് എന്ന് ഹദീസുകൾ നമുക്ക് വ്യക്തമാണ്. 14-ാമത്തെ ഹദീസ്, വനിൽ അഗ്ർ ബിൻ യസാർ അൽ-മുസ്നി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ സത്യവിശ്വാസികളെ, തൂബൂ, നിങ്ങൾ തൗബ ചെയ്യൂ, ഇലല്ലാഹി, അല്ലാഹുവിലേക്ക്, വസ്തഗ്ഫിറൂഹ്, നിങ്ങൾ പാപമോചനം ചെയ്യണമേ, ഫഇന്നീ, തീർച്ചയായും ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത 40ഓളം വർഷത്തോളം അറബികൾക്കിടയിൽ ജീവിച്ച ബിംബാരാധകളും തെമ്മാടികളുമായ സമൂഹത്തിനിടയിൽ ജീവിച്ചുകൊണ്ട് അൽ അമീൻ എന്ന സ്ഥാനപ്പേര് നേടിക്കൊണ്ട് നബൂവത്തിന്റെ ശേഷം നിങ്ങൾക്കിടയിൽ ഞാൻ കുറച്ചു കാലം ജീവിച്ചിട്ടില്ലേ? എന്നിൽ നിന്ന് നിങ്ങൾ തെറ്റ് വല്ലതും കണ്ടിട്ടുണ്ടോ? വാക്ക് പാലിക്കാതിരിക്കൽ കണ്ടിട്ടുണ്ടോ? എൻ്റെ വിശ്വാസ്യത തകർക്കുന്ന രീതിയിൽ വല്ല പ്രവർത്തനം എൻ്റെ പക്കൽ ഉണ്ടായിട്ടുണ്ടോ? നീതിക്കും ന്യായത്തിനും വേണ്ടിയിട്ടല്ലാതെ ഞാൻ നിലകൊണ്ടിട്ടുണ്ടോ? അത്രയ്ക്കും സത്യവാനായിക്കൊണ്ട് നിങ്ങൾക്കിടയിൽ ജീവിച്ച ഞാനാണ് പറയുന്നത്. അള്ളാഹു ഇലാഹാണെന്ന് പറയാൻ ഹബീബായ തങ്ങള് മക്കക്കാരെ വിളിച്ചുകൂട്ടി, കുടുംബക്കാരെ വിളിച്ചുകൂട്ടി പറയാനുള്ള അവിടത്തേക്കുള്ള ആ ധൈര്യവും ത്രാണിയുമാണ്. 40 വയസ്സ് വരെ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധമായ ദീനിൻ്റെ നുബുവ്വത്തേറ്റുകൊണ്ട്, റിസാലത്തേറ്റുകൊണ്ട്, അള്ളാഹു ഖുർആൻ കൊടുത്തുകൊണ്ട് അവിടുത്തെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് പോലും സംഭവിക്കുകയല്ല എന്നുള്ളത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന സംഗതിയാണ്. പിന്നെ എന്തിനാണ് അവിടുന്ന് 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്? അത് ഉമ്മത്തിനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഉമ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരതിൻ്റെ മേൽ നിലകൊള്ളാൻ വേണ്ടിയിട്ടാണ്. തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അവിടുന്ന് പഠിപ്പിക്കാൻ വന്ന ആളാണ്. അവിടുന്ന് അത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നബി ഹംസത്ത അനസ് ബിൻ മാലിക് അൻസ്വാരി റളിയല്ലാഹു അൻഹു ഖാദിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവകനായ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലല്ലാഹു അഫ്റഹു ബിത്തൗബത്തി അബ്ദിഹി, തൻ്റെ അടിമയുടെ തൗബ കൊണ്ട് ഏറ്റവും സന്തോഷിക്കുന്നതാണ് അള്ളാഹു. മിൻ അഹദിക്കും, നിങ്ങളിൽപ്പെട്ട ഒരാൾ സന്തോഷിക്കുന്നതിനേക്കാൾ. ഇവിടെ കാണിക്കുന്നത് അള്ളാഹുവിൻ്റെ സന്തോഷത്തിൻ്റെ ആധിക്യത്തെ എടുത്തു കാണിക്കുകയാണ്. സഖത്തു അലാ ബഈരിഹി, നിങ്ങളിൽപ്പെട്ട ഒരാൾ അവൻ്റെ ഒട്ടകത്തിൻ്റെ മേൽ ചെന്നങ്ങു വീണു. വഖദ് അളല്ലഹു ഫി അർളിൻ ഫലാത്തിൻ, വിശാലമായ മരുഭൂമിയിൽ നിന്ന് തൻ്റെ നഷ്ടപ്പെട്ടു, പ്രതീക്ഷകൾ തകർന്നുപോയി, ഇനി ഒരിക്കലും കിട്ടില്ല എന്നവൻ വിശ്വസിച്ച തൻ്റെ ഭക്ഷണവും വസ്ത്രവും വെള്ളവുമെല്ലാം ആ ഒട്ടകത്തിൻ്റെ മേലിലായിരുന്നു. ആ ഒട്ടകം മരുഭൂമിയിൽ അവന് നഷ്ടപ്പെട്ടു. യാത്ര ചെയ്യാൻ കഴിയുകയില്ല. ഒട്ടകത്തിന് വഴി അറിയാവുന്നതാണ്.
മണലിൽ താഴ്ന്നു പോകുന്ന മണലിൽ നടക്കാൻ സാധിക്കില്ല. ഒട്ടകപ്പുറത്തുള്ള യാത്ര സൗകര്യമാണ്. ഭക്ഷണവും വെള്ളവുമെല്ലാം അതിലായിരുന്നു. എല്ലാ ജീവിതോപാധികളും അതിൻ്റെ മുകളിലായിരുന്നു. അങ്ങനെ ഒട്ടകം നഷ്ടപ്പെട്ടു. ഇനി മരണം മാത്രമാണ് മുന്നിലുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മരത്തണലിൽ വിശ്രമിക്കാൻ ചെന്ന സമയത്ത് അതാ ഒട്ടകം തൻ്റെ മുന്നിൽ നിൽക്കുന്നു. ആ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട്, നീ എൻ്റെ അള്ളാഹുവേ, നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ റബ്ബുമാണെന്ന് വളരെ വലിയ പിഴവുള്ളൊരു വാക്ക്, സന്തോഷത്തിൻ്റെ ആധിക്യം കൊണ്ട് നാവ് പിഴച്ചുപോയി. അത്രക്കും സന്തോഷമുള്ള ഒരു അടിമക്കുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ അള്ളാഹു തആല നമ്മുടെ തൗബ കൊണ്ട് സന്തോഷിക്കുമെന്ന് ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതാണ് തൗബയുടെ ഗുണങ്ങൾ, തൗബയുടെ നേട്ടങ്ങൾ, തൗബയുടെ ഖുർആനുകൾ, തൗബയുടെ ഹദീസുകൾ. പ്രവാചകന്മാരെ തെറ്റു ചെയ്യുന്നവരെല്ലാം അവർക്ക് തെറ്റ് ചെയ്യാനുള്ള പ്രേരകം അവരിൽ ഇല്ല. തെറ്റ് സംഭവിക്കാതിരിക്കാനുള്ള സംരക്ഷണം അള്ളാഹുവിൻ്റെ പക്കൽ അവർക്കുണ്ട്. ഇൻഷാ അള്ളാഹ്.